വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, ഇന്ന് പേരൂർ അമ്പലത്തിലെ 10ാമത്തെ ഉത്സവമാണ്, ദ ലാസ്റ്റ് ഉത്സവം സുഹൃത്തുക്കളെ. ഇപ്പം അതേ രാവിലെ 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും കൂടെ രാവിലെ 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിലോട്ട് പോവാണ്. 6 മണിയാകുമ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിക്കും. സോ നമുക്ക് പൊങ്കാല ഇടണം രാവിലെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വന്ന് ഭയങ്കര തിരക്ക്. ഇപ്പോഴേ നമ്മൾ കുട്ടപ്പണ്ണൻ്റെ ഒക്കെ വീടിൻ്റെ ഫ്രണ്ടിലാണ് പൊങ്കാല ഇടുന്നത്. നമ്മളൊരു 6 സാധനം ഇല്ലേ, കുടം വെക്കുന്ന 6 സാധനം അത് പിടിച്ചു വെച്ചിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു. ഇവിടെ 3 പേര് ഒരുങ്ങി വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉറക്കമായിട്ടോ. നമ്മൾ അവിടുന്ന് ഇവിടം വരെ പിടിച്ചു വെച്ചേക്കും. ഇവിടെ നന്ദന ചേച്ചി ഇപ്പോൾ വരും. ഇത് അമ്മയുടെ. എടാ കാത്തു ചേച്ചി നോക്ക്. കരയാൻ തുടങ്ങി. ഞാൻ ഇതുകൊണ്ട് ദാമണി ഒന്നും ചുറ്റാകണം, ഇല്ലെങ്കിൽ അതിന്റെ വെയിറ്റും കൂടെ ഞാൻ താങ്ങണം. ആരെയും എന്തിനാ കരയുന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നന്ദ ചേച്ചി എന്നെ അടിച്ചെന്ന്. ഓ, നന്ദ ചേച്ചി കരയുന്നു ഗൈസ്. ഇവരാരും പക്ഷെ കരയുന്നില്ല. ഞാൻ സെക്കൻഡ് ടൈം പൊങ്കാല ഇടുന്നത്. विध्यानामन्तस्तिमिरा मिहिरद्वीपनगिरे जदनं चैतन्यस्तवकं तरन्दश्रुतिजरे दरिद्राना चिन्तामणि गुणनिका जन्मजलधो निमग्नानं ധംഷ്ട്രാ മുരരിപുവരാഹസ്യ. ഗൈസ്, അപ്പൊ എൻ്റെ തിളച്ച് തൂവി സുഹൃത്തുക്കളെ, കണ്ടോ അമ്പലത്തിലെ ഉള്ളിൽ കയറാനുള്ള ക്യൂ ആട്ടോ ഇത്. ആ കാണുന്നില്ലേ, അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടു, ഇഡലി സാമ്പാറും, അതിനുള്ള തിരക്കാണ്. ഇവിടെ ഗൈസ് ഇഡലി സാമ്പാർ കൊടുക്കുന്നു, അതിന്റെ തിരക്കാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്യൂ ഉണ്ട്. നമ്മളെ പൊങ്കാലൊക്കെ ഇട്ട് സ്നാപ്പ് എടുക്കും. പൊങ്കാലൊക്കെ ഇട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും പായസമൊക്കെ റെഡിയായി. ഞാൻ നന്ദ ചേച്ചിയും കൂടെ ഇപ്പം അമ്പലത്തിൻ്റെ ചുറ്റി തൊഴുത് ഇപ്പം നമ്മൾ തിരിച്ച് നടന്ന് നമ്മൾ പൊങ്കാല ഇട്ട സ്ഥലത്തോട്ട് പോകാൻ പോവാം കേട്ടോ. നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തന്നല്ല ക്യൂ ഒക്കെ ഭയങ്കര ക്യൂ ആ ഗൈസ്. ഇന്ന് രാത്രിയാണ് ഇനി ഇനേം കാട്ടി ക്യൂ വരാൻ പോകുന്നത് ഗൈസ്. അപ്പം എല്ലാവരും പൊങ്കാലൊക്കെ ഇട്ട് വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ പരദൂഷണം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് ഇതായിരിക്കുന്നു, സെക്രട്ടറി ഇതായിരിക്കുന്നു, ഖജാൻജി ഇതായിരിക്കുന്നു. ഇത് പിന്നെ എല്ലാം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആള്. പിള്ളേരാരും എണീറ്റിട്ടില്ല, എല്ലാവരും ഉറക്കവാ. മുത്തു ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഒരു ചെടി തരാൻ പറഞ്ഞപ്പോ ഇവര് പറയുന്നത് കേട്ടോ, ഈ തള്ളയാ പേര്. ഒരു കുഞ്ഞു ചെടിക്ക് 1000 രൂപ.
പിള്ളേർ റൂമിനകത്ത് കിടന്ന് ഉറങ്ങുക. നമുക്ക് അവരുടെ വീഡിയോ എടുക്കാം. ഇവിടെ ജനല് തുറന്നിട്ടിട്ടോ, അപ്പം നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റും. സോ നമുക്ക് അവർ ഉറങ്ങുന്ന വീഡിയോ എടുക്കാം. ഗൈസ്, ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഇവളുമാർ ഈ റൂമിനകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇപ്പം ആ റൂമിൽ രണ്ടിനെയും കാണാനില്ല. എനിക്ക് തോന്നുന്നു അതിരിയുടെ അടുത്ത് പോയി കിടന്നെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കിയാലോ? വീടിൻ്റെ അകത്ത് പോകും. എണീപ്പിക്കാതെ. ഓ, എണീറ്റ് എല്ലാരും എണീര് പിള്ളേരെ. വാ, 8 മണിയാവാൻ പോന്നെ ഇപ്പം പിള്ളേര്. ഇവിടെ ഒരുത്തരെ കണ്ടാലാ? അഞ്ചു. എന്റെ പേരെന്തുവാ? നന്ദു. നന്ദു. സുന്ദര ഉമ്മ. ഓ, ഉടുപ്പില്ലാത്ത ചെറുക്കൻ. ആത്മാരാമ ആനന്ദരമണ അച്യുത കേശവ. ഗൈസ്, ഈ വീട്ടിൽ ആന്റിയെ കണ്ടോ നിങ്ങൾ? ആന്റിയുടെ മോളാണ് ഓറഞ്ച്. ഹായ്. തിരുമേനിയെല്ലാം പൂജിച്ചൊക്കെ ചെയ്ത് കർപ്പൂരം നമ്മൾ കത്തിച്ച് സെറ്റാക്കി. ഗൈസ്, നമ്മൾ പായസത്തിനകത്ത് പഴം ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മളിപ്പം തിന്നും പഴം. പാളയം കൂടെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കഴിക്കും. വിശക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പൊങ്കാലയൊക്കെ മംഗളകരമായിട്ട് ഇട്ടു. എന്നിട്ട് നമ്മള് കുറേ നേരം നെല്ലുവിള ഇരുന്ന് സംസാരിച്ച് അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാനും അമ്മയും കൂടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഫസ്റ്റ് കുറച്ച് ഭാഗം എഡിറ്റിങ് തുടങ്ങിയിട്ടുണ്ട്, എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ പൊങ്കാലയെ കുറിച്ച് പറയണ നല്ല കിടിലൻ പൊങ്കാലയായിരുന്നു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കണ്ണുനീരാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് അടുത്തു പോലും ചെല്ലാൻ പറ്റത്തില്ല. എന്റെ കൊതുമ്പും ചൂട്ടോ ആ സാധനമൊക്കെ കയറ്റിയൊക്കെ വെച്ചത് അമ്മ. എനിക്ക് ഒട്ടും അതിന്റെ അടുത്ത് പോലും നിൽക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ ഫുൾ ടൈം ഇങ്ങനായിരുന്നു, തുണിയും ഇങ്ങനെ കണ്ണി പൊത്തി നിൽക്കുമായിരുന്നു. ഇളക്കുമ്പോഴൊക്കെ ഞാൻ കണ്ണടച്ചോണ്ട് ഇളക്കുമ്പോ പെട്ടെന്ന് തിരിഞ്ഞ് കുറെ നേരം കണ്ണടച്ചിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പുക അടിക്കുമ്പോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും രാജുമാമനും രഞ്ജു ചേച്ചിയും കണ്ണണ്ണനും വരും. ചിക്കു ഇല്ല, ചിക്കു തിരിച്ച് ട്രിവാൻഡ്രം പോയി. പാവം, ഉത്സവത്തിന്റെ ഒന്നും ലീവ് കിട്ടിയില്ല. നമ്മൾ ലഞ്ച് വെക്കാൻ പോകണ്ടോ? അപ്പൊ ഗൈസ്, നമ്മൾ കൊറേ ഡിലേ ആയി. നമ്മള് പൊങ്കാല എല്ലാം കഴിഞ്ഞ് വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി സുഹൃത്തുക്കളെ. 1 മണിക്കൂർ ഉറങ്ങാന്ന് വിചാരിച്ചപ്പോ നടന്നില്ല. രാജുമാമ വന്ന് വിളിച്ച് പിന്നെ കുറച്ചേരം ആടി അവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഇപ്പുറത്തെ റൂമിൽ വന്ന് അവിടെ കിടന്ന് ഉറങ്ങി. എന്നിട്ട് എണീറ്റപ്പോൾ 3 മണിയായി. എന്നിട്ട് ഇപ്പം അതേ ലഞ്ച് കഴിച്ച്, നല്ല അടിപൊളി ലഞ്ചായിരുന്നു. അതും കഴിച്ച് ലഞ്ച് കഴിക്കാൻ നമ്മൾ ഒരാളെ കാണിച്ചില്ല. ശ്രീതു ചേച്ചി ഇവിടെ ഉണ്ട്, വന്ന് കേട്ടോ. അപ്പോൾ ഫുഡ് വിളമ്പിയൊക്കെ തന്നത് ശ്രീതു ചേച്ചിയൊക്കെയാണ്. രവിമാമനുണ്ടായിരുന്നു. അഭിഷേകണ്ണം പോയി. പിന്നെ രാജുമാമനും കണ്ണേണനും മേളിൽ കിടന്ന് ഉറങ്ങുന്നു. എല്ലാവരും ഇന്നൊരു ഉറക്കം മൂടാനും വൈകിട്ട് കെട്ടിയാഴ്ചയൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോഴെല്ലാവരും ഒന്ന് ഓണാവത്തോ. നെക്സ്റ്റ് പന്തി. എങ്ങനെയുണ്ട് ഫുഡ്? പറ, എങ്ങനെയുണ്ട് ഫുഡ്? പറ. സൂപ്പർ ഫുഡ്. പറയാമേ. വന്നു സുഹൃത്തുക്കളെ, നമ്മുടെ കൊറിയൻ ബോയ് വന്നു. ഓ, എന്താണ്ടൊക്കെ താഴെ പോയി. പോയപ്പോഴും ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോഴും ബ്ലാക്ക് ഉണ്ട്. പോയി കഴി. എങ്ങനെയുണ്ട് പറ. അതിന് കഴിച്ചില്ലല്ലോ. എന്താ ബ്രോ തെള്ളുന്നത്? എന്താ താ എനിക്ക് എടുത്തതാ. താങ്ക്സ്. അയ്യോ, ഐസ്ക്രീം കഴിച്ച ഹാങ് ഓവറിൽ ചീട്ട് കളിക്കാൻ പഠിപ്പിക്കുന്നു. ബാക്കി ചീട്ട് കണ്ണാണം കളിക്കുന്നോ? അറിയാവാ?
ഗൈസ് നമ്മൾ ഉത്സവത്തിന് പോവാണ്. ഇവരെല്ലാരും ഇറങ്ങി. ഇങ്ങോട്ട് നോക്കിയേ. പിന്നെ രഞ്ജി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ നോക്കി. അമ്മ കൂട്ടുന്ന്, അമ്മൂമ്മ ഇവിടെ. അപ്പൊ നമ്മളെല്ലാരും ഉത്സവത്തിന് പോവാ സുഹൃത്തുക്കളെ. ഗൈസ് അപ്പൊ ഞാനും അമ്മയും കൂടെ സ്കൂട്ടറിലാണ് പോണേ. ബാക്കി വരുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഞങ്ങളെ എത്രത്തോളം കാണാൻ പറ്റും ഞങ്ങൾക്ക് അറിയത്തില്ല. വണ്ടി വരുന്നു. ഞാനും എൻ്റെ ചുറ്റുവും അമ്പലത്തിലോട്ട് നടക്കുക. अविध्यानामन्तस्तिमिरामिहिरद्वीपनगिरे जदनं चैतन्यस्तवकं तरन्दश्रुतिजरे दरिद्राना चिन्तामणि गुणनिका जन्मजलधो निमग्नानं ध्वंष्टा मुररिपुवराहस्य भवति आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा राम आनन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण अच्युत केशव. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഉത്സവം എല്ലാം കണ്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് ഫുഡ് കഴിച്ച് എന്നിട്ട് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോവാട്ടോ. ഇന്ന് ഇവിടെ അഭിഷേക് അണ്ണനും ആമിയും സ്റ്റേ ആണ്. അതുപോലെ രാജുമാമൻ രഞ്ജി ചേച്ചി കണ്ണനും സ്റ്റേ ആണ്. ശിവമാമൻ അങ്ങ് പോയി. സോ നമ്മൾ നേരെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാൻ. നല്ല ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് 1 to 10 വരെയുള്ള ഉത്സവത്തിന്റെ വീഡിയോസ് ഞാൻ റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഉത്സവത്തിന്റെ വീഡിയോസ്, അതായത് ലോങ് വീഡിയോ ആയാലും ഷോർട്സ് ആയാലും, ഞാൻ ഉത്സവം കണ്ടു കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് വന്ന് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ബാക്കി ഫുഡ് വരെ കഴിക്കുന്നത് കേട്ടോ. അത്രയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്ത് തരുന്നുണ്ട്. ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് തരുന്നുണ്ട്. സോ നിങ്ങളത് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ചാനലിൽ. കോപ്പിറൈറ്റ് വരാത്ത പാട്ടൊക്കെ വെച്ച് ഒരുപാട് ഭയങ്കര നല്ല എഡിറ്റിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. അത് ഞാനല്ല ജഡ്ജ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു ഡീസൻറ്റ് രീതിയിൽ അത്യാവശ്യം കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. സോ ഇത്രയും ദിവസത്തെ ഉത്സവത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ നമ്മുടെ പേരൊരു ഉത്സവം വരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വ്ലോഗ്. ബൈ.